നമസ്കാരം. ഇന്ന് കർക്കിടകമെട്ട്. നമുക്ക് ഇന്നത്തെ കഥകളിലേക്ക് കടക്കാം. നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് ശ്രീരാമദേവനും സീതാദേവിയും ലക്ഷ്മണകുമാരനും വാൽമീകി ആശ്രമത്തിലെത്തുകയും വാൽമീകി മഹർഷി തൻ്റെ പൂർവ്വചരിത്രം മൂവരോടും പറയുന്നതായിരുന്നു. ശ്രീരാമദേവൻ്റെ അപേക്ഷ പ്രകാരം വാൽമീകി മഹർഷി അവർക്ക് താമസിക്കാനായിട്ടുള്ളൊരിടം കണ്ടെത്തി കൊടുക്കുക ചെയ്തത്. ഗംഗാനദിയുടെ തീരത്ത് ചിത്രകൂടാചലത്തിൽ ശ്രീരാമദേവനും ലക്ഷ്മണകുമാരനും സീതാദേവിയും കൂടി നല്ലൊരു പർണശാലയൊക്കെ കെട്ടിയിട്ട് അവരവിടെ താമസം ആരംഭിച്ചു. അപ്പോൾ ഈ സമയത്ത് അയോധ്യയിൽ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ, ദശരഥ മഹാരാജാവ് സുമന്ത്രരോടായിട്ട് തൻ്റെ ഒരു പഴയ വൃത്താന്തം, ഒരു പഴയ കഥ പറയുന്നുണ്ട്. അതായത് പണ്ട് താൻ മൃഗയ വിവശനായിട്ട് നായാട്ടിന് പോയ സമയത്ത് ഒരു നദിക്കരയിൽ എത്തിച്ചേരുകയും ആന തുമ്പിക്കയിൽ, അതായത് തുമ്പിക്കയിൽ വെള്ളം എടുക്കുന്ന ശബ്ദം കേട്ട് താൻ അമ്പ് ചെയ്തുവെന്നും ആ അമ്പ് ചെന്ന് വീണത് ഒരു താപസകുമാരൻ്റെ ദേഹത്താണെന്നും ദശരഥ മഹാരാജാവ് പറയുകയുണ്ടായി. അപ്പോൾ കുമാരൻ നിലവിളിക്കാൻ തുടങ്ങി. അപ്പോഴാണ് മഹാരാജാവിന് താൻ ചെയ്ത അബദ്ധം മനസ്സിലായത്. അതൊരു മനുഷ്യ ശബ്ദമായിരുന്നു. ദശരഥ മഹാരാജാവ് ഓടിച്ചു നോക്കിയപ്പോൾ ഒരു താപസകുമാരൻ അമ്പേറ്റ് കിടക്കുകയാണ്. അപ്പോൾ കുമാരനോട് ദശരഥ മഹാരാജാവ് പറയുന്നുണ്ട്, ഞാനിവിടെ നായാട്ടിനായിട്ട് വന്നതായിരുന്നു. അപ്പോൾ ആന തുമ്പിക്കയിൽ വെള്ളം എടുത്ത് കുടിക്കുന്ന ശബ്ദം പോലെ എനിക്ക് തോന്നി. അപ്പോൾ ആനയാണെന്ന് കരുതി ഞാൻ അമ്പ് ചെയ്തതാണ്. പക്ഷേ എനിക്ക് അറിയില്ലായിരുന്നു അങ്ങ് കുടത്തിൽ വെള്ളം എടുത്താന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്ന് ദശരഥ മഹാരാജാവ് പറയുന്നുണ്ട്. അപ്പോൾ കുമാരൻ പറയുകയാണ്, ഞാനിപ്പോൾ തന്നെ മരിക്കും. എനിക്ക് കണ്ണ് കാണാത്ത മാതാപിതാക്കന്മാരുണ്ട്. എനിക്ക് അവരെ അവസാനമായിട്ടൊന്ന് കാണണം. അങ്ങ് ചെന്ന് അവരെ ഒന്ന് കൂട്ടിക്കൊണ്ട് വരാമോ? അവരുടെ ദാഹം അകറ്റാനായിട്ട് വെള്ളം എടുക്കാൻ വന്നതാണ് ഇവിടെ. അവർക്ക് ഈ വെള്ളം കൊണ്ടുചെന്ന് കൊടുത്ത ശേഷം അവരെ എൻ്റെ അടുക്കിലേക്ക് കൂട്ടിക്കൊണ്ട് വരാമോ എന്ന് ദശരഥ മഹാരാജാവോട് ആ കുമാരൻ പറയുന്നുണ്ട്. അപ്പോൾ ദശരഥ മഹാരാജാവ് ആ കുമാരൻ്റെ മേത്ത് തറച്ച് അമ്പ് ഊരിയെടുക്കുകയും ആ കുടത്തിലെ വെള്ളം ആ വൃദ്ധമാതാപിതാക്കൾ, കണ്ണ് കാണില്ലാത്ത വൃദ്ധമാതാപിതാക്കൾക്ക് കൊണ്ടു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ വൃദ്ധമാതാപിതാക്കൾ ചോദിക്കുന്നുണ്ട്, കുമാരൻ എന്താ അത്ര വൈകിയത്? കുറേ നേരമായാലും പോയിട്ട് ഞങ്ങളിവിടെ ദാഹിച്ചിരിക്കാൻ അറിയാൻ പാടില്ലായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദശരഥ മഹാരാജാവ് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ പുത്രനല്ല, എൻ്റെ പേര് ദശരഥൻ എന്നാണ്. ഞാൻ അയോധ്യയിലെ രാജാവാണ്. ഞാൻ ഇതുപോലെ മൃഗയാവിവശനായിട്ട് നായാട്ടിന് വന്നതായിരുന്നു. അപ്പോൾ ആന തുമ്പിക്കയിൽ വെള്ളം എടുക്കുന്ന ശബ്ദം കേട്ട് ഞാൻ അമ്പ് ചെയ്തു. പക്ഷെ അമ്പ് ചെന്ന് വീണത് നിങ്ങളുടെ പുത്രൻ്റെ ശരീരത്തിലായി പോയി. ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തു, എന്നോട് ക്ഷമിക്കണം. ഞാൻ നിങ്ങളെ ഇരുവരെയും പുത്രൻ്റെ അടുക്കിലേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞിട്ട് ദശരഥ മഹാരാജാവ് അവരെ രണ്ടുപേരെയും താപസകുമാരൻ്റെ അടുത്ത് കൊണ്ടുവന്നാക്കുന്നുണ്ട്. കുറച്ച് ക്ഷണങ്ങൾക്ക് ശേഷം താപസകുമാരൻ മരിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ വൃദ്ധ മാതാപിതാക്കൾക്ക്, അവർക്കാണെങ്കിൽ കണ്ണ് കാണത്തില്ല, ഏക ആശ്രയം ആ കുട്ടിയായിരുന്നു. അപ്പോൾ ആ സങ്കടം സഹിക്കാൻ വയ്യാതെ അവർ പറയുന്നുണ്ട്, ഞങ്ങളുടെ പുത്രന് വേണ്ടി ചിതി ഒരുക്കണം, ഞങ്ങളും ആ ചിതിയിലേറി മരിക്കാൻ പോവുകയാണ്. അങ്ങനെ ഒരു ദയവ്, അങ്ങനെ ഒരു സഹായം നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരണം എന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെ ദശരഥ മഹാരാജാവ് അവർക്ക് വേണ്ടി ഒരു ചിത ഉണ്ടാക്കുകയും മരിക്കുന്നതിന് മുന്നേ വൃദ്ധ മാതാപിതാക്കൾ ദശരഥനെ ശപിച്ചു. ഞങ്ങൾ എങ്ങനെയാണോ മരിച്ചത്, ഞങ്ങൾ പുത്രദുഃഖം കൊണ്ട് മരിച്ചു, അതുപോലെ തന്നെ നീയും പുത്രദുഃഖത്താൽ മരിച്ചു പോകുമെന്ന് ശപിച്ചുകൊണ്ട് അവരും ആ ചിതയിലേറി മൂവരും ഇഹലോകവാസം വെടിയുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു കഥ സുമന്ത്രരോട് ദശരഥൻ പറയുന്നുണ്ട്. ആ വൃദ്ധ ദമ്പതിമാരുടെ ശാപം എന്നെയും പിന്തുടരുന്നുണ്ട്. അവർ പറഞ്ഞതുപോലെ തന്നെ ഞാനും പുത്രദുഃഖത്താൽ മരിക്കുമെന്നാണ് തോന്നുന്നതെന്ന് ദശരഥൻ നിലവിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അങ്ങനെ അവരുടെ ശാപം മൂലവും പുത്രന്മാരെ വേർവിട്ട ദുഃഖം സഹിക്കാൻ വയ്യാതെ ദശരഥ മഹാരാജാവും ഇഹലോകവാസം വെടിയുകയാണ് ചെയ്തത്. ദശരഥ മഹാരാജാവ് മരിച്ച വാർത്തയറിഞ്ഞ് അയോധ്യ നഗരം മുഴുവനായിട്ടും ദുഃഖത്തിലായി. പ്രജകളെല്ലാം ഓടിക്കൂടി. നാരീജനങ്ങൾ, ഭാര്യമാരെല്ലാവരും വാവിട്ട് നിലവിളിക്കാൻ തുടങ്ങി. ആ സമയം സുമന്ത്രർ ഒരു എണ്ണത്തോണി തയ്യാറാക്കുകയും ആ എണ്ണത്തോണിയിൽ ദിവ്യ ഔഷധക്കൂട്ടുകൾ ഇട്ട ശേഷം ദശരഥ മഹാരാജാവിൻ്റെ മൃതശരീരം ആ എണ്ണത്തോണിയിൽ കിടത്തുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം സുമന്ത്രരെ ഒരു ദൂതനെ അയക്കുകയാണ്. ദൂതൻ കേകയ രാജ്യത്തെത്തുകയും യുധാജിത്ത് മഹാരാജാവിനെ കണ്ട് വൃത്താന്തങ്ങൾ അറിയിക്കുകയും ചെയ്തു. അങ്ങനെ ഭരതശത്രുഘ്നന്മാർ അയോധ്യയിലേക്ക് തിരിച്ചെഴുന്നള്ളുകയാണ്. അങ്ങനെ അവർ കൊട്ടാരത്തിലെത്തി കൈകേയി മാതാവിനോട് അവർ വൃത്താന്തങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ കൈകേയി വൃത്താന്തങ്ങളെല്ലാം ഭരതനോട് പറയാണ്. പിതാവ് മരിച്ച വാർത്തയറിഞ്ഞ് ഭരതകുമാരൻ നിലത്ത് വീണ് കരയാൻ തുടങ്ങി. പിതാവ് മരിക്കുന്ന സമയത്ത് ഞങ്ങൾക്കിവിടെ ഉണ്ടാവാൻ സാധിച്ചില്ല, പിതാവ് എന്താണ് പറഞ്ഞതെന്നൊക്കെ ഭരതകുമാരൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൈകേയി പറയുന്നുണ്ട്, മരിക്കുന്ന നേരം വരെയും ശ്രീരാമദേവൻ്റെയും സീതാദേവിയുടെയും ലക്ഷ്മണകുമാരൻ്റെയും പേര് ഉച്ചരിച്ചുകൊണ്ടാണ്, അവരെ ഓർത്ത് ദുഃഖിച്ചുകൊണ്ടാണ് മരിച്ചതെന്നൊക്കെ ഭരതകുമാരനോട് പറയുന്നുണ്ട്. അപ്പോൾ ആശ്ചര്യത്തോടെ ഭരതൻ ചോദിക്കുന്നുണ്ട്, ജ്യേഷ്ഠനും ജ്യേഷ്ഠതയും ലക്ഷ്മണകുമാരനൊന്നും ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൈകേയി പറയാണ്, ഇന്ന് മഹാരാജാവ് ശ്രീരാമന് പട്ടാഭിഷേകം നിർണയിച്ചിരുന്നു. നിങ്ങളിരുവരും കേകയ രാജ്യത്ത് നിന്ന് വരാൻ താമസിച്ചുകൊണ്ടാണ് നിങ്ങളെ അറിയിക്കാതിരുന്നത്. പക്ഷേ ഞാൻ ആ പട്ടാഭിഷേകം തടയുകയും നിന്നെ യുവരാജാവാക്കണമെന്നും ശ്രീരാമനെ 14 വർഷം വനവാസനയക്കണമെന്നും പിതാവിനോട് ഞാൻ പറഞ്ഞു. അക്കാരണത്താൽ പട്ടാഭിഷേകം മുടങ്ങുകയും ശ്രീരാമദേവൻ ജടാവൽക്കരം കൊണ്ട് വനയാത്രയ്ക്കായിട്ട് ഒരുങ്ങുകയും ചെയ്തു. സീതാദേവി തൻ്റെ പാതിവൃത്യ ശുദ്ധിയിൽ ശ്രീരാമദേവനോടൊപ്പം വനവാസനായിട്ട് പോയി. ഒപ്പം ജ്യേഷ്ഠനുള്ള സ്നേഹം കൊണ്ട് ലക്ഷ്മണകുമാരനും വനവാസനായിട്ട് പോയി എന്ന് പറയാണ്. പിതാവ് മരിച്ചെങ്കിലും അയോധ്യ അനാഥമായിട്ടില്ല. അയോധ്യയിലെ യുവരാജാവ് ഇനി മുതൽ നീയാണ്. നീ ഇനി അയോധ്യയുടെ രാജഭരണം ഏറ്റെടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് ഭരതകുമാരൻ ഓടി കൗസല്യാദേവിയുടെ അടുക്കിലേക്ക് ചെല്ലുകയാണ്.
കൗസല്യദേവിയോട് പറയുന്നുണ്ട്, ഞാൻ മനസ്സാ വാച അറിയാത്ത കാര്യങ്ങളാണ് ഇന്നിവിടെ നടന്നിരിക്കുന്നത്. എനിക്ക് രാജ്യം ഭരിക്കണം എന്നുള്ള മോഹമൊന്നുമില്ല. ഞാൻ ഈ കാര്യങ്ങളൊന്നും തന്നെ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് കൗസല്യദേവിയുടെ കാലിൽ വീണുകൊണ്ട് കരയുന്നുണ്ട്. അപ്പോൾ കൗസല്യദേവി പറയുന്നുണ്ട്, അതെല്ലാം നമുക്കറിയാം, ഇതെല്ലാം വിധിയുടെയും കർമ്മത്തിൻ്റെയും ഫലമാണ്. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ ഭരതൻ്റെ വിലാപം സഹിക്കുക വയ്യാതെ കൗസല്യാദേവിയും സുമിത്രാദേവിയും കൈകേയി ദേവിയും കൂടിയിട്ട് ഭരതകുമാരനെ ആശ്വസിപ്പിക്കുന്ന രംഗമാണ് ഭരതവിലാപം എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഒരു അധ്യായത്തോടു കൂടി ഇന്നത്തെ രാമായണ കഥ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.